ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഒന്നുമില്ല. ലാബ് റിപ്പോർട്ടിന്റെ കാര്യം എന്തായി ഗൗതം? റിപ്പോർട്ടായാലും ഉടനെ അറിയിക്കണമെന്ന് ഞാൻ വിളിച്ച് ഓർമ്മിപ്പിച്ചിരുന്നു. ശിവാനിയുടേത് അഭിനയമായിരുന്നു എന്ന് തെളിവ് ഉൾപ്പെടെ ബോധ്യമായി കഴിഞ്ഞാൽ അതോടെ നമ്മുടെ ഈ കളികൾ അവസാനിപ്പിക്കണം. എല്ലാം ഏറ്റുപറഞ്ഞ് ചെയ്തു പോയ തെറ്റുകൾക്ക് ക്ഷമ ചോദിച്ച് നമ്മൾ എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ ചെയ്തതെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ എനിക്ക് ഈശ്വരമംഗലത്തെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവളെന്ന് മുദ്ര ചാർത്തപ്പെടും. എന്തുപറ്റി? അമ്മ വീണ്ടും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എന്റെ മുഖത്തേക്ക് നോക്ക്. ഇനി പറ, എന്താ ഉണ്ടായത്? അമ്മ പറഞ്ഞത് അതുപോലെ ഞാൻ പറഞ്ഞ ഗൗതമിന് പെറ്റമ്മയെ കിട്ടും. പക്ഷെ അതോടെ പോറ്റമ്മയെ നഷ്ടപ്പെടുകയും ചെയ്യും. നിധി, എന്താ ഉണ്ടായെന്ന് വെച്ചാൽ തുറന്നു പറ. അത് ഇത് ഒന്നും എനിക്ക് കേൾക്കണ്ട, സത്യം പറ. വേറൊന്നുമല്ല, ശിവാനിയെ തിരിച്ചു കൊണ്ടുവരാൻ പാടില്ലെന്നും പറഞ്ഞ് അമ്മ വീണ്ടും വഴക്കുണ്ടാക്കി. അതിപ്പോ പുതിയ കാര്യമൊന്നും അല്ലല്ലോ. ശിവാനി നമ്മുടെ മുമ്പിൽ പോലും അഭിനയിക്കുകയായിരുന്നെന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയോ അവളെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന്? ഇതാ ഇപ്പൊ നന്നായത്. അതല്ല ഗൗതം. ഏതല്ലാന്ന്? ഞാൻ വല്ലാത്തൊരു ടെൻഷനില്ല. ശിവാനിയുടെ വിഷയമാണല്ലോ നിന്റെ ഏറ്റവും വലിയ ടെൻഷൻ. ലാബ് റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം. ദൈവമേ, നിർമ്മലാന്റിയുടെ കാര്യം എന്റെ ഉള്ളിൽ കിടന്ന് പിടക്കിയാണല്ലോ. ഞാൻ എങ്ങനെ പറയും? ഈ ടെൻഷൻ എല്ലാം മാറാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നീ വന്നേ. നെറ്റിയിലുമ്മ, കവിളിലുമ്മ, അടുത്ത കവിളിലുമ്മ, പിന്നെ ചുണ്ടിലൊരുമ്മ. ഇതി എന്തിനാ കരയുന്നത്? കരയാതിരിക്കെ, എല്ലാം ശരിയാവും. എല്ലാം ശരിയാക്കാൻ നമുക്ക്. കൂൾ കൂൾ. പാർവതിയമ്മേ, പാർവതിയമ്മേ, ഇതെങ്ങോട്ട് കയറി പോന്നെ? വീണ്ടും വീണ്ടും ഈ വീട്ടിലേക്ക് വന്നു കയറാൻ നിനക്ക് നാണം തോന്നില്ലേ? നാണക്കേട് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ പാർവതിയമ്മേ. ഇതിപ്പോ എന്റെ മോളുടെ ജീവിത പ്രശ്നമല്ലേ. പാർവതിയമ്മയോ? എവിടുത്തെ പാർവതിയമ്മ? നീ എന്നെ എങ്ങനെ വിളിക്കണ്ട, ഇറങ്ങി പോകാൻ നോക്ക്. എന്താ രേണുകേ, എന്തിനാ വന്നത്? മാഡം, ശിവാനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. എപ്പോ വേണമെങ്കിലും ഡിസ്ചാർജ് ചെയ്യാം. അതാ ഞാൻ. അതിന് ഇവിടെയുള്ളവരെ എന്തു വേണം? അല്ല, ഡിസ്ചാർജ് ചെയ്താ ശിവാനി എങ്ങോട്ട് പോണോന്ന് ഒരു തീരുമാനം ഉണ്ടാവണമല്ലോ. അവള് നിന്റെ മോളാണെങ്കിലേ നിനക്കും അവൾക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ഇടം ഉണ്ടെങ്കിലേ അവളെ ഡിസ്ചാർജ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകണം. അത് അന്വേഷിക്കാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ ചെന്ന് കയറാൻ ഒരു ഇടമില്ലെങ്കിൽ മോളെ ഏതെങ്കിലും കടലിൽ കൊണ്ടുപോയി കെട്ടി താഴ്ത്തും. എന്ത് ചെയ്താലും ഇവിടെയുള്ളവർക്ക് ഒരുപോലെ. എന്തിനാ ഏട്ടത്തി ആവശ്യമില്ലാതെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ശിവാനിയെ പ്രണവിന്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണമെന്നുള്ളത് രേണുകയുടെ തീരുമാനമല്ല. ഏട്ടത്തിയുടെ മരുമകളെ നീതിയാണ് അത് തീരുമാനിച്ചത്. എന്താ രേണുകെ, അതുകൊണ്ടല്ലേ ഇങ്ങോട്ട് വന്നത്? അതെ മാഡം, നിധി മാത്രമല്ല, അക്കാര്യത്തില് ഗൗതം എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്തായാലും ശിവാനി തിരിച്ചു വരും. അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് വന്ന് കേറുന്നത് ശരിയല്ലല്ലോ. ആദ്യത്തെ തവണ അങ്ങനെ ചെയ്തതിന്റെ അനിഷ്ടങ്ങൾ കുറെ അനുഭവിച്ചില്ലേ. ഇനിയെങ്കിലും തിരിച്ചു വരുമ്പോ ഒരു മുഹൂർത്ത സമയമൊക്കെ നോക്കണം. ആഹാ, കൊള്ളാലോ. മുഹൂർത്തം നോക്കണോ നിനക്ക്? മുഹൂർത്തവും സമയമൊക്കെ ഞാൻ നോക്കിക്കോളാം. ശിവാനിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഇനി ഞാൻ അങ്ങോട്ടങ്ങ് ഏറ്റെടുക്കാൻ പോവാ. എന്താ അതുപോലെ?
അപ്പോ നീ എല്ലാം അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞല്ലേ? തീരുമാനിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അമ്മേ. പക്ഷേ തൽക്കാലം ശിവാനി ഇപ്പൊ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാ നല്ലത്. ഇനിയിപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകണോ മോളെ? നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ പോരെ? അയ്യോ അത് പോരാ. കുറച്ചു ദിവസം ശിവാനി അവിടെ നിൽക്കട്ടെ, റെസ്റ്റ് എടുക്കട്ടെ. ഏറ്റവും നല്ലൊരു മുഹൂർത്തം തന്നെ അവൾക്ക് വേണ്ടി ഞാൻ കുറിക്കും. ഇനി ഞാൻ അവളെ കാണുമ്പോ എല്ലാ ചടങ്ങുകളും ഉണ്ടായിരിക്കണം, എല്ലാ ആഡംബരങ്ങളും വേണം. അങ്ങനെ വേണം ശിവാനിയെ തിരികെ കൊണ്ടുവരാൻ. എന്തൊക്കെ നീ പറയുന്നേ? ശിവാനി അനുഭവിച്ച വേദനകൾ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രാണന് തുല്യം സ്നേഹിക്കുന്ന പുരുഷനെ കൈവിട്ടു പോകുമെന്നറിഞ്ഞപ്പോ വിഷം കഴിച്ച് സ്വയം അങ്ങ് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചവളാണ് ശിവാനി. ശിവാനി കഴിച്ച വിഷമെന്ന് പറയുന്നതേ വീര്യം കുറഞ്ഞതൊന്നും അല്ലായിരുന്നു, ഉഗ്ര വിഷമായിരുന്നു. അല്ലേ അമ്മായി? ആ അതെ അതെ. സ്വന്തം മകള് ജീവിത നൈരാശ്യം കാരണം മരണത്തോട് മല്ലടിച്ചു കിടക്കുന്നത് കാണേണ്ടി വന്ന ഒരമ്മയുടെ വിഷമം അതെത്രത്തോളം ഉണ്ടാവും അമ്മയൊന്ന് ആലോചിച്ച് നോക്കി. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ക്ഷേത്രമായ ക്ഷേത്രങ്ങളിൽ കയറിയിറങ്ങി പ്രായശ്ചിത്തം ചെയ്ത് എല്ലാവരോടും മാപ്പിരന്ന് നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന ശിവാനിയെ തന്നെയല്ലേ ഈശ്വരമംഗലത്തെ മരുമകളായി കൊണ്ടുവരേണ്ടത്? നിധി, നീ വെറുതെ ഓരോന്ന് ആഗ്രഹിച്ചു കൂട്ടണ്ട. ഇതൊന്നും വെറുതെയുള്ള എന്റെ ആഗ്രഹങ്ങളല്ലമ്മേ. ശിവാനിയെ വേണ്ട രീതിയിൽ തന്നെ ഞാൻ കാണും. അങ്ങനെയാണെങ്കിൽ ശിവാനി ഇങ്ങോട്ട് വരുന്ന ദിവസം നമുക്ക് ചെറിയൊരു പൂജ ഏർപ്പാടാക്കിയാലോ നിധി? അയ്യോ, ചെറിയ പൂജയൊന്നുമല്ല, ഒരു ഉഗ്രൻ പൂജയായിരിക്കും അത്. പൂജയ്ക്കുള്ള അവസാന റിപ്പോർട്ടിനെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതെ, ഇന്ന് കിട്ടും. റിപ്പോർട്ടോ? പൂജയ്ക്ക് എന്തിനാ റിപ്പോർട്ട്? റിപ്പോർട്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ചാർത്തില്ലേ, അതാ. തിരുമേനി എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് തന്നെ കിട്ടും. ഇവളുടെ വർത്തമാനത്തിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ. ആ, അമ്മായി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട. എല്ലാ ചടങ്ങുകളും ശിവാനിക്ക് വേണ്ടി ഞാൻ ഇനി ചെയ്യും. അമ്മായി ചെല്ല്, ആശുപത്രിയിലേക്ക് വിട്ടോ. ബാക്കി ഏർപ്പാടുകളൊക്കെ ഞാനും ഗൗതമും കൂടി ചേർന്ന് ചെയ്തോളാം. മാഡം അഭിപ്രായമൊന്നും പറഞ്ഞില്ല? അത് പിന്നെ ഏട്ടത്തിയുടെ അനിഷ്ടം വകവെക്കാതെയാണ് ശിവാനിയെ നീ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. എന്തായാലും നീ അത് തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ, പിന്നെ ഞാനെന്ത് പറയാനാ? അത് മതി. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം മംഗളകരമായി നടക്കും. ആ ധൈര്യത്തിലാ ഞാൻ പോകുന്നത്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങിക്കോട്ടെ മാഡം.